ഉപമകളെ പറ്റി ഒന്ന് വിശദീകരിച്ച് തരാമോ? യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം മനസ്സിലാക്കണമെങ്കിൽ ഉപമകളെപ്പറ്റി നാം അല്പം ആഴത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം യേശുവിൻ്റെ പ്രബോധനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഉപമകൾ. മനുഷ്യ ബുദ്ധിക്ക് അത്ര എളുപ്പമില്ലാത്ത ദൈവിക സത്യങ്ങൾ ആകർഷകമായും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലും തൻ്റെ ശ്രോതാക്കളെ പഠിപ്പിക്കാൻ വേണ്ടി യേശു ഉപയോഗിച്ച ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രബോധന രീതിയാണ് ഈ ഉപമകൾ ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് യേശു മാത്രമാണ് ഉപമകൾ ഉപയോഗിച്ച പ്രബോധകൻ എന്ന് നമ്മൾ വിചാരിക്കരുത്. പഴയ നിയമത്തിലുമുണ്ട് കുറേ ഉപമകൾ. അതുപോലെ തന്നെ ഗ്രീക്ക് പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ചും സോക്രട്ടീസിൻ്റെ പ്രബോധനങ്ങൾക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സോക്രട്ടീസ് ഒത്തിരിയേറെ ഉപമകൾ ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ഒരു കുഞ്ഞു കഥ, അതിനകത്ത് ഒരു ദൈവികമായ സത്യം ഒളിച്ചു വച്ചിരിക്കുക. കഥ മനസ്സിലാകുന്നത് അനുസരിച്ച് ശ്രോതാവിന് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദിവ്യ സത്യവും മനസ്സിലാകും. ആ രീതിയിൽ തൻ്റെ പ്രബോധനത്തെ യേശു ഒരു പ്രത്യേക രീതിയിൽ ഫോം ചെയ്താണ് പ്രസംഗിക്കാറുള്ളത്. ഉപമ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ വാക്ക് പാരബിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ തർജ്ജമയാണ്. പാരബിൾ എന്ന് പറയുന്നത് പാരബോളെ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൻ്റെ തർജ്ജമയാണ്. ഈ പാരബോളെ എന്ന ആ ഗ്രീക്ക് വാക്ക് വാസ്തവത്തിൽ ഹീബ്രു ഭാഷയിലെ മാഷാൽ എന്ന വാക്കിൻ്റെ പരിഭാഷയല്ല. വാസ്തവത്തിൽ ആ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് പാരബോളെ എന്ന് പറയുന്ന വാക്ക്. ഹീബ്രുവിലെ മാഷാൽ എന്ന് വെച്ചാൽ അർത്ഥം ഉപമകൾ മാത്രമല്ല, കഥകൾക്കും അല്ലകറികൾക്കും അതുപോലെയുള്ള പ്രബോധനത്തിന് കൊള്ളാവുന്ന എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ മാഷാൽ എന്ന വാക്ക്. നമുക്കിനിയും ഈ പാരബിൾ അല്ലെങ്കിൽ ഉപമ എന്ന് വെച്ചാൽ എന്താണെന്ന്, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പുതിയ നിയമത്തിൽ പാരബിൾ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. മറ്റാരും ഇത്രയും പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെയുള്ള ഭാഗം ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റ് പാരബിൾസിനെ പറ്റി അല്ലെങ്കിൽ ഉപമകളെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു യൂണിറ്റാണ്. ഇവിടെ ഈ ഭാഗത്ത് 2 മുതൽ 37 വരെയുള്ള ഭാഗത്ത് 3 ഉപമകളാണ് യേശു അരുളി ചെയ്യുന്നത്. പിന്നെ ഉപമകളുടെ വിശദീകരണവും ഉണ്ട്. ഈ 3 ഉപമകളും പ്രധാനപ്പെട്ട ഉപമകളാണ്. ആദ്യത്തേത് വിതക്കാരൻ്റെ ഉപമ, അതായത് വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ. രണ്ടാമത്തേത് വിത്ത് മുളച്ചു പൊങ്ങുന്നതിൻ്റെ ഉപമ. മൂന്നാമത്തേത് വിത്ത് വളർന്ന് തഴച്ചു വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉപമ. അപ്പോൾ ഈ 3 ഉപമകളിലും കോമൺ ആയിട്ടുള്ള ആശയം വിത്ത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ 3 ഉപമകളും വിത്തിൻ്റെ ഉപമകളായി തീർന്നത്? കാരണം മറ്റൊന്നുമല്ല, ഉപമയും വിത്തും തമ്മിൽ
ഒത്തിരി സാമ്യമുണ്ട്. വിത്ത് നമുക്കറിയാം, നെല്ലിൻ്റെയോ ഗോതമ്പിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലും വിത്തുകൾ സാധാരണഗതിയിൽ വളരെ ചെറുതായിരിക്കും. മാത്രമല്ല വിത്തിന് ജീവനുള്ളതായിട്ട് തോന്നുകയില്ല. വെറും കല്ല് പോലെ ഒരു നെല്ല് എടുത്ത് അതിനൊരു ജീവനുള്ള സാധനമാണെന്ന് നമുക്ക് തോന്നുകയില്ല, ഒരു കൊച്ചു സാധനം. അതേസമയം ഈ നെല്ല്, ഈ വിത്തായ നെല്ല് നമ്മൾ അല്പമെങ്കിലും ഈർപ്പമുള്ള ഒരു സ്ഥലത്തേക്ക് എറിയുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് കിളിച്ച് വളർന്ന് നെൽച്ചെടിയായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റെല്ലാ വിത്തുകളുടെയും കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഡെഡ് ആയിട്ട്, ജീവനില്ലാത്തതായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ അനുകൂലമായ സാഹചര്യത്തിൽ അത് മുളച്ചു വരുന്നു, വളരുന്നു, അത് പ്രതിഫലം അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്നു. ഉപമകൾ ഏതാണ്ട് ഇതുപോലെയാണ്. വളരെ ചെറുതാണ് പലപ്പോഴും ഉപമയിൽ ഉപയോഗിക്കുന്ന കഥകൾ. അതിന് രസകരമായ ഒന്നും തന്നെ കാണുകയില്ല. അതേസമയം ഈ ഉപമ ഒരു വിശ്വാസിയുടെ കാതുകളിലാണ് പതിക്കുന്നതെങ്കിൽ അത് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടാക്കും. ആ വിത്ത് അല്ലെങ്കിൽ ഉപമ എന്ന് പറയുന്ന ഈ വിത്ത് വളരും. അത് അവനെ കൊണ്ട് ചിന്തിപ്പിക്കും, അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും, അവനെ ഒരു വിശുദ്ധനാക്കി മാറ്റാനും ഈ ഉപമയ്ക്ക് സാധിക്കും. അതുകൊണ്ട് വിത്തും ഉപമയും തമ്മിലുള്ള ഈ സാമ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 3 വിത്തുകളുടെ ഉപമ പറഞ്ഞുകൊണ്ട് ഉപമ എന്ന് വെച്ചാൽ എന്താണെന്ന് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ ഉപമ വിത്ത് പോലെയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഉപമ വിത്ത് പോലെയാണ്. പക്ഷേ ഈ വിത്ത് അതിൽ തന്നെ നിർജീവമാണെന്ന് തോന്നുന്നെങ്കിലും അത് വളരെ ശക്തിയുള്ളതാണ്, അതിൽ ജീവനുള്ളതാണ്. ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ, അത് വീഴുന്ന നിലം ഈർപ്പമുള്ളതായിരിക്കണം, ആർദ്രമായിരിക്കണം. അതായത് ഉപമ കേൾക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് ആർദ്രമാണെങ്കിൽ, പശ്ചാത്താപമുള്ളതാണെങ്കിൽ ഈ ഉപമ അവനിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കും. ആദ്യമായിട്ട് ഉപമകളെ പറ്റി മനസ്സിലാക്കാനുള്ളത് ഈ ഒരു ആശയമാണ്. വിത്തും ഉപമയും തമ്മിലുള്ളതായ സാമ്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം.